ഇതിങ്ങനെ ചുടുന്നനെ കുടിക്കുക. പനിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൊടുക്കാം, നീരിച്ചുള്ളവർക്കും കൊടുക്കാം. പക്ഷേ ഇഷ്ടമായ ഉണ്ടാക്കൂട്ടാ. നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ദാ ഉച്ചയാവാറായി കേട്ടോ. നമുക്ക് നല്ല നീരുവീഴ്ചയുണ്ട്. കുറച്ച് ദിവസമായി എനിക്ക് നീരുവീഴ്ച തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് നീരുവീഴ്ച കുറേ മരുന്നൊക്കെ കഴിച്ചു വന്നിട്ട് ഒരു സുഖമില്ല. അപ്പോൾ ഈ നീരുവീഴ്ച കഫക്കെട്ട് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും നല്ലൊരു ഭക്ഷണത്തിൽ ചേർക്കാനുള്ള കറിയാണ് രസം. രസം ഉണ്ടെങ്കിൽ രസമായിട്ട് ഉണയിക്കുക അല്ലേ. പണ്ട് ഞാനിതുപോലെ തന്നെ രസത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് എന്ന് വെച്ചാൽ എന്തായാലും 4 വർഷം മുമ്പാന്ന് തോന്നണോ എനിക്ക് ഞാൻ ഇട്ടേക്കണത്. അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന രസമാണ്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണ രസം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞത് ഫസ്റ്റ് വേണ്ടത് കുരുമുളക് കേട്ടോ. അപ്പോൾ കുരുമുളക് എടുക്കുകയാണ്. ഇത് കുരുമുളക് നമ്മുടെ വീട്ടിലിപ്പോൾ അത്യാവശ്യം കുരുമുളകൊക്കെ സൂക്ഷിച്ച് വെക്കില്ലേ. ഇത്തിരിയെങ്കിലും ഒരു 100 ഗ്രാമെങ്കിലും എടുത്ത് വയ്ക്കാത്ത ഒറ്റ വീടും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് അതിങ്ങനെ ഒരു കുത്ത് കുരുമുളക് ഞാനിങ്ങനെ എടുക്കുകയാണ്. നോക്കുക, ഇത്രേ ഉള്ളൂ, ഇത്ര മതി കേട്ടോ. കുരുമുളക് എടുത്തു. പിന്നെ വേണ്ടത് ജീരകമാണ്. ഇതിപ്പോൾ എല്ലാ വിരലുകൊണ്ടാണ് ഞാൻ കുരുമുളക് എടുത്തത്. ജീരകം ഈ 3 വിരലുകൊണ്ട് എടുക്കണം കേട്ടോ. 3 വിരലുകൊണ്ട് ജീരകം അതിലിട്ടു. വേണമെങ്കിൽ ഒരു തരി കൂടെ ഇടാം, അധികമാവൊന്നുമില്ല. അപ്പോൾ കുരുമുളക് എടുത്തു, ജീരകം എടുത്തു. പിന്നെ മല്ലി ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മുടെ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 4 വിരലുകൊണ്ട് പറ്റാവുന്ന അത്രയ്ക്ക് മല്ലി ഇതിലിടാം. മല്ലി വീട്ടിലില്ലെങ്കിൽ മല്ലിപ്പൊടിയൊന്നും ഇടണ്ട കേട്ടോ. മല്ലി ഇലയായാലും മതി. മല്ലി ഇല വീട്ടിലുണ്ടെങ്കിൽ പിന്നെ മുഴുവൻ മല്ലി ഇടണ്ട. അപ്പോൾ എനിക്കൊന്നിപ്പോൾ മല്ലി ഇലയുണ്ട്, അത് കാരണം കൊണ്ട് വിഷമില്ല. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒരു 2, 4, 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അതുകൂടി ഇരിക്കട്ടോ. പിന്നെ കായം മസ്റ്റാണ്. നമ്മുടെ വയറിലുണ്ടാകുന്ന ഗ്യാസിനൊക്കെ എല്ലാ സാധനങ്ങളും ഒക്കെ നല്ലതാണ് കായം ഒരു ചെറിയ കഷ്ണം, ഒത്തിരി ഹാർഡായിട്ടോ. ഇതാ ഇത് വേണമെങ്കിൽ കുഞ്ഞ് പൊട്ടും കൂടി ഇടാം കേട്ടോ. അധികം ഇട്ടാലും ഭയങ്കര കായത്തിൻ്റെ കുത്താവും. ഇതാ ഒരു ചെറിയ കഷ്ണം കായത്തതിൽ ഇവിടെ വയ്ക്കാം. അപ്പം എന്തൊക്കെയാണെന്നറിയാലോ. ഒരു ഇത്ര കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കായം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുരുമുളകും ജീരകം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. അരയ്ക്കാൻ പാടില്ല, ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഒറ്റ കറക്കം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ക്രഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുരുമുളകും ജീരകവും പൊടിയായിട്ടുണ്ട്. അധികം പൊടിക്കാൻ പാടില്ല, അധികം പൊടിച്ചാൽ ഭയങ്കര എരിവായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് കറക്കാം. വെളുത്തുള്ളി മരയൊന്നും വേണ്ട കേട്ടോ, ഒറ്റ കറക്കം മതി. നമുക്ക് തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 ഇട്ടാൽ മതി. ചെറുതായതുകൊണ്ട് ഞാൻ 2 ഇടാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിൽ തന്നെ അതൊന്ന് കറക്കണം കേട്ടോ. എന്താ കാരണം ബാക്കിലേക്കാണ് തിരിച്ചത്. ക്രഷ് ചെയ്തു അരഞ്ഞു കേട്ടാ. എന്നുവെച്ചാൽ കുരുമുളക് വീണ്ടും അരഞ്ഞിട്ടൊന്നുമില്ല. തക്കാളി അരഞ്ഞ് കിട്ടും ചെയ്തു. അറിയാൻ മീൻസ് അത്ര അധികം അറിയണ്ട. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ കേട്ടോ പണി. മിക്സിയുടെ പണി കഴിഞ്ഞു. ഓർത്ത് വയ്ക്കാം. ഇനി നമുക്കിത് ഇതിലേക്ക് ഉപ്പിടാം. ആവശ്യമുള്ള ഉപ്പ് ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഈ കായം ഉണ്ടല്ലോ, കായം അത് ഇതിലിടാം, ഇട്ടു. ഇനി ഇതിൽ തക്കാളിക്ക് പുളി ചിലപ്പോൾ പോരാ എന്ന് തോന്നും. അപ്പോൾ ഇത്തിരി കോൽപ്പുളി ഇടാം കേട്ടോ. ആ പുളി ഒന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ.
അപ്പം ആവശ്യത്തിന് പുളിയായി എല്ലാം ചേർത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചിട്ട് ചീനച്ചട്ടിലേക്ക് വയ്ക്കാം. നമുക്ക് ഈ ചീനച്ചട്ടി ഉണ്ടാക്കാം കേട്ടോ. അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിച്ച് വെച്ചു. ചീനച്ചട്ടി ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുകിടാം. 1 ടീസ്പൂൺ കടുകിട്ടു. കടുകിടാം. പൊട്ടിക്കഴിയാറായി. അപ്പോൾ അതിൽ ഒരു മുളക്, വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. ഒഴിക്കുക. ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അടുപ്പിലൊക്കെ പോന്നു. ആവശ്യത്തിനുള്ള വെള്ളമായി. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. ഇടാൻ പറഞ്ഞിട്ട് കറിവേപ്പിലിട്ടു കേട്ടോ. ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് പോരെങ്കിൽ ഉപ്പിടാം. ഇതിൽ മുളക് പൊടിയൊന്നും ഇടില്ല കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. കുരുമുളക് ഉണ്ടല്ലോ, അത് മതി. കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കായം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില നന്നായിട്ട് കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞാക്കിയാണ്ട് അരിയുക. എന്നിട്ട് അതിലേക്ക് ഇടുക. പണി കഴിഞ്ഞു. ഇതിനെ കുഞ്ഞാക്കി അരിയുക. എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് കുരുമുളകിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടി കൂട്ടാം. ചില ആൾക്കാർക്ക് കുരുമുളക് ആയാലും എരിവ് കണ്ടമാനായാൽ നമുക്ക് ആകെ എരിയും, മേലൊക്കെ എരിയുന്ന പോലെ തോന്നും. അപ്പോൾ ആവശ്യം മാത്രം ചേർത്താൽ മതി. നമുക്ക് വേണ്ടത്ര ഔഷധങ്ങളൊക്കെ ചേർന്നുണ്ട്. ഇതേപോലെ പൊടിയാക്കി അരിഞ്ഞ് വയ്ക്കുക. നന്നായി തിളച്ച് പുളിയും തക്കാളിയൊക്കെ വേവണം. അപ്പോഴതിൻ്റെ സ്വാദ് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മാത്രമല്ല, പുളി വെന്തില്ലെങ്കിൽ വയറിന് പ്രശ്നമാണ്. നമുക്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അല്ലേ? ബെസ്റ്റായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളക്കട്ടെ ബെസ്റ്റായിട്ട്. ഒരു 2-3 മിനിറ്റ്, 3-4 മിനിറ്റെങ്കിലും തിളയ്ക്കണം. തിളച്ചിട്ട് വേണം. തക്കാളിയുടെ ഇതും വേവണം, തക്കാളിയും വേവണം. അതുപോലെ അരച്ചെന്ന് വെച്ചിട്ട് കാര്യമില്ല, വേവണ്ടേ? തക്കാളിയും വേവണം, പുളിയും വേവണം. വേവട്ടെ. ബെസ്റ്റായിട്ട് തിളച്ചു, കണ്ടില്ലേ? 2-3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ഈ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ രസം റെഡി. ഇനി ഞാൻ ഓഫാക്കാണ്. അടച്ച് വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ എടുത്ത് നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ ഈ വർഷക്കാലം എന്നല്ല, ഏത് വർഷക്കാലത്തായാലും നമുക്ക് നല്ല ഒരു മരുന്നാണ് കേട്ടോ ഇത്. അതായത് ഊണ് കഴിക്കാനുള്ള നല്ലൊരു രസമാണ്, എന്നാൽ ശരീരത്തിന് നല്ലതുമാണ്. എല്ലാ ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ്. എല്ലാം മിതമായ രീതിയിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അധികം കുരുമുളകായാൽ ഭയങ്കര വയറുകത്തൊക്കെ വരും. അതുകൊണ്ട് ആവശ്യത്തിന് കുരുമുളക് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണോ അതനുസരിച്ച് കൂടുതലോ കുറവുണ്ടാക്കാം. ആൾക്കാർ അധികം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൂടുതലുണ്ടാക്കാം. അപ്പോൾ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, കായം, ഇവരാണ് മെയിൻ ആൾക്കാർ. പിന്നെ ഇത്തിരി 2 തക്കാളി വീട്ടിലില്ല എങ്കിൽ പുളി ഒഴിച്ചാൽ മതി. പുളി ഒഴിക്കുക. ഇനി പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തക്കാളി മാത്രം ചേർത്താൽ മതി. പിന്നെ തിളച്ച് വാങ്ങിയതിന് ശേഷം, കടുക് വറുത്തിട്ടിട്ട് ഇത് വെന്ത് വാങ്ങിയതിന് ശേഷം ഇത്തിരി മല്ലിയില ഇട്ടാൽ സൂപ്പറായിരിക്കും. അപ്പോൾ രസം അടിപൊളി. ഇപ്പം നമുക്ക് രസം കുടിക്കാറായിട്ടുണ്ട് കേട്ടോ. ജയശ്രീ ഗ്ലാസ് എടുത്തോളൂ. ഞാൻ ഗ്ലാസ്സിലല്ല കേട്ടോ ഒഴിക്കണേ. ചൂടോടുകൂടി കുടിക്കണമെങ്കിൽ ഗ്ലാസ് പറ്റില്ലേ? ഗ്ലാസ് എടുക്കും. ഒഴിക്കട്ടെ? മതിയാ? നിങ്ങൾക്ക് വേണ്ടേ? ഇങ്ങനെ തന്നെ കുടിക്കണം കേട്ടോ. നല്ല ചൂടാണ്. അടുപ്പത്ത് നിന്ന് എടുക്കേണ്ടതാണ്. ഇതിങ്ങനെ ചുടുന്നതിനെ കുടിക്കുക.
പനിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൊടുക്കാം, നീരിച്ചുള്ളവർക്കും കൊടുക്കാം. പക്ഷേ ഇഷ്ടമായ ഉണ്ടാക്കൂട്ടാ. പണ്ട് ഞാൻ ഇട്ടൊരു വീഡിയോ ആണ്, എങ്കിലും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ മഴക്കാലമായതുകൊണ്ട് ഞാൻ ഇട്ടതാട്ടോ. ഒന്നുകൂടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻ്റ് ഉണ്ടെങ്കിൽ പറയുക. നിങ്ങൾ ചെയ്യൂട്ടോ, നല്ലതാണിത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ, ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, കുടിക്കട്ടെ ഞാൻ. ഇറങ്ങി പോകുമ്പോഴേ സുഖം, എന്ത് സുഖമാണെന്നറിയാം ശരിക്കും, പ്രത്യേകിച്ചും കോൾഡുള്ള ആൾക്കാർക്ക്. സൂപ്പർ. അടച്ചു വയ്ക്കട്ടെ കേട്ടോ. ഇനി ഊണ് കഴിക്കാനായിട്ട് രാജേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത്. രാജേട്ടന് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ബൈ.